മൊത്തത്തിൽ ബ്ലോക്കായി. അവിടെ ഉള്ളവന്മാർ നിൽക്കാനും നിന്നില്ല. ഇവിടെ എപ്പോഴേക്കും നമ്മൾ റാവണും ബാക്കി മെട്രിക്സൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവനൊന്നും മറ്റും നമ്മുടെ വണ്ടികളൊക്കെ ഇറക്കി കിടക്കുകയാണ്. അങ്ങനെ അലൈക്ക പോയി. അതിന് പിന്നാലെ ഹണി ഡ്രോപ്പും ഒക്കെ പോകാൻ നിൽക്കുകയാണ്. ഒരു പിന്നെ മൈസൂരൊക്കെ ഉണ്ടായിരുന്നു വരെ. നമ്മളിപ്പോൾ ഉള്ളത് ബ്ലാക്ക് തണ്ടറിലാണ്. പക്ഷേ നമ്മൾ ബ്ലാക്ക് തണ്ടറിലോട്ട് വന്നതല്ല, നമ്മൾ നേരെ ഊട്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഗ്രാൻഡും ഉണ്ട്, കൂടെ നമ്മുടെ ലോകൻ്റെ ബസ്സുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ മായാവിൻ്റെ കൂടെ, പിന്നെ നമ്മുടെ മണിയണ്ടേട്ടൻ്റെ ഡ്രൈവറായിട്ട് മൂപ്പരുണ്ട്. അപ്പോൾ ഇന്ന് 2 ദിവസത്തെ ഊട്ടി പരിപാടികളാണ്. അപ്പോൾ എല്ലാവർക്കും ഉല്ലാസബോക്സും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സംഗതി വേറെ ഒന്നല്ല, ഏകദേശം ഒരു 1.5 മാസത്തോളം ഞാൻ ലീവിലുണ്ടായിരുന്നത്. പിന്നെ ഒരു പനിയൊക്കെ പിടിച്ചു, അങ്ങനെ അത്യാവശ്യം നല്ല റെസ്റ്റിലുണ്ടായിരുന്നത് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ വീഡിയോസ് നോക്കാം. എന്തായാലും 2 ദിവസത്തെ ഊട്ടി പരിപാടി. അപ്പോൾ ലോകനും ഉണ്ട്, നമ്മുടെ കൂടെ ഗ്രാൻഡും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, എന്താ ഉല്ലാസേട്ടാ വീഡിയോ വരാത്ത. അവർക്ക് ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, വേറെ ഒന്നല്ല. ഞാൻ മെസ്സേജ് സെക്ഷനെ എടുത്ത് നോക്കിയില്ല. അതിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ എന്താ വരാതെ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കണ്ട, ഒരു കുറച്ച് ദിവസത്തെ റെസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂൾ ട്രിപ്പാണ്. സ്കൂളിൽ നിന്ന് ഏകദേശം നമ്മുടെ പിള്ളേരൊക്കെ ഇതാ പോകുന്നുണ്ട്. എവിടെ ഏത് സ്കൂളിൽ നിന്നാണ് ട്രിപ്പ് ഉണ്ടായിരുന്നത്? അതെ, മുണ്ടത്തിക്കോട് സ്കൂളിൽ നിന്നായിരുന്നു നമുക്ക് ട്രിപ്പ്. അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ നമ്മൾ കയറ്റി 2 വണ്ടിക്ക്, അതായത് ആ ബസ് ഫുള്ള് ചെക്കന്മാരും ഈ ബസ് ഫുള്ള് ഗേൾസും ആയിട്ടാണ് അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എത്തിയ കുറച്ച് വിശേഷങ്ങളുണ്ട്, ട്രിപ്പ് എടുത്തതും കുറച്ചായിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങനെയുള്ള വിശേഷങ്ങൾ നോക്കാം. 4 മണിയായപ്പോഴേക്കും നമ്മളിത് ലോഗോണുണ്ട്, കൂടെ നമ്മുടെ ഗ്രാൻഡും ഉണ്ട്. നമ്മൾ ഇന്നത്തെ യാത്ര ഊട്ടിയിലോട്ടാണ്. നമ്മൾ മുണ്ടത്തിക്കോട് സ്കൂളിൽ നിന്നാണ്. അപ്പോഴേക്കും പിള്ളേരൊക്കെ ഇതാ ഓൾ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. 10ാം ക്ലാസ് സെറ്റാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് വണ്ടി 2 കൂടെ കുറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവനെ കൊണ്ടാട്ടോ. അതുപോലെ തന്നെ ബാക്കി ഉള്ളിൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മായാവി ഇരുട്ടായത് കാരണം ഒന്നും കാണുന്നില്ല. എന്തായാലും കമത്തിക്കോ. ബാക്കിന് വിശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളെ പിള്ളേരെല്ലാവരും കയറി. ആ വണ്ടി ഫുള്ളായി, നമ്മുടെ വണ്ടി ഫുള്ളായി. ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് നൈസായിട്ട് വണ്ടി ഇട്ടാം. ഉണ്ണിയപ്പം ഇത് ഇന്നലെ വാങ്ങിച്ചു വെച്ച ഉണ്ണിയപ്പം വെൽഡൻ ഫോണേക്ക് തിന്നു. നമ്മൾ പ്രാർത്ഥന തുടങ്ങി, നമ്മൾ വണ്ടി എടുക്കാനുള്ള തീരുമാനങ്ങളിലാക്കി. ചാർജ് യെസ്, അവൻ കയറി പോന്നു. ഇല്ല കയറ്റ്. ആ അവനും കയറി വന്നു. എവിടെ കൊണ്ടു വാ. അങ്ങനെ നമ്മൾ അട്ടപ്പള്ളം ടോൾ പ്ലാസയിലെത്തി. യെസ്, വാഷ്റൂമും ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയതാണ്ടായിരുന്നു. പോവാം. യെസ്, അല്ലി ഹോഗി ബെട്ടോ. എന്നാലും ഇതിൽ ഫുൾ ബോയ്സാണ്, നമ്മുടെ വണ്ടി ഫുൾ ഗേൾസാണ്. എന്തായാലും പോകുന്ന വഴിക്ക് ഒരു വിശേഷം നോക്കാം. എന്തായാലും വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിർത്തിയതാണ്. നിങ്ങളുടെ പേരെന്താ? നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. മണിയുണ്ട്. ഇത് പിന്നെ മായാവി അറിയാലോ. കുറച്ച് ദിവസമായിട്ട് ചുമയൊക്കെ പിടിച്ച് വീട്ടിലുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി പരിപാടി നോക്കാം. നമുക്ക് എന്തായാലും ഫുഡ് വന്നിട്ട് എവിടുന്നായിരുന്നു ഫുഡ് പറഞ്ഞ്? രാവിലത്തെ മേട്ടുപ്പാളയത്താണ് നമുക്ക് രാവിലത്തെ ഫുഡ് പറഞ്ഞത്. വെരി നെക്സ്റ്റ് നമ്മളിതാ ഇന്ധനം അടിക്കാം. നേരെ പെമ്പൊക്കെ കയറ്റിയിട്ടുണ്ട്. നൈസായിട്ട് ഫുൾ ടാങ്ക് ആക്കാനാണ് നമ്മുടെ ലക്ഷ്യം. 10,000 ഫുൾ ടാങ്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എത്ര രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആവും?
ഒരു 92-84 സ്റ്റേജാണ് ഇവിടുത്തെ. പിന്നെ എന്തായാലും ഫുൾ ടാങ്ക് കോട്ടയില. ഇത് വലിയ ഖജനാവായത് കാരണം അറിയാൻ സമയം പിടിക്കുന്നത്. നമ്മുടെ വണ്ടർ ടാങ്കിൻ്റെ ചെറിയ ടാങ്കാണ് 100. ഇത് വന്നിട്ട് വലിയ ടാങ്കാണ്. എന്തായാലും നമുക്ക് എണ്ണ അടിച്ചിട്ട് ബാക്കി നോക്കാം. വെയിൽ വെയിൽ വെയിലേ. അങ്ങനെ 17, 280, 186 ലിറ്റർ ഓടിച്ചു കൂട്ടി. 186.07. അപ്പോൾ ഏകദേശം കണക്കാം. 4 ടാങ്ക്സ് എന്നാടാ ഗജാഞ്ച് ബില്ലടിക്കും. നമ്പറൊന്നും വേണ്ട, ജസ്റ്റ് അടിച്ചേ ബാക്കിയല്ലേ. ബാക്കിയുണ്ട്. വാ 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 വണ്ടിക്കറ് വണ്ടിക്കറ്. അങ്ങനെ നമ്മൾ ബ്ലാക്ക് തണ്ടറിൻ്റെ അവിടെ എത്തി. വെള്ളം നിറച്ചു കൊടുത്താൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അതാണ് മെയിൻ കാര്യം. ഇപ്പോൾ എന്തായാലും ബ്ലാക്ക് തണ്ടറിലേക്കുള്ള പിള്ളേർ സിറ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ അതൊക്കെ മറ്റേ ബ്ലാക്ക് തണ്ടറിൽ നിന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പിള്ളേരാണ്. നമുക്ക് ബ്ലാക്ക് തണ്ടർ ഒന്നുമില്ല, പക്ഷേ ഊട്ടി മാത്രമേ ഉള്ളൂ. 2 ദിവസത്തെ ഊട്ടി പരിപാടി. എന്തായാലും നമുക്ക് ആൾക്കാരെ കയറ്റിയിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കി എന്ത് ഫുഡ് കഴിച്ചിട്ട് നേരെ വിടാം. രാവിലത്തെ ഫുഡാണ് നമ്മളിവിടെ ഏൽപ്പിച്ചത്. ഏകദേശം 3 മണിക്ക് നമ്മൾ ട്രിപ്പ് എടുക്കാം. ബ്ലാക്ക് തണ്ടറിൻ്റെ ഫ്രണ്ട് സൈഡ് മൊത്തം ചളി പൊളി അത് എന്ത് സാധനമല്ലേ. ടയർ എന്തത് കഷ്ടമാണ്. അല്ല അപ്പുറത്ത് കൂടെ കയറണം, വലിയ അലമ്പില്ല. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വിളിച്ചോണ്ട് വരും. അത് 2 ദിവസം ഇടാനുള്ളോ. ചളി പിടിച്ച പോലെ ഉണ്ട്. അതിക്ക് വേണം എന്താ പറയുക, ഈ പഴയ ബനിയനില്ലേ നമ്മൾ ഒഴിവാക്കണ ബനിയൻസ് ഒക്കെ അരച്ച പോലത്തെ വൺ ടൈം യൂസ് കിട്ടും. കാരണം ഇതിനുള്ളിൽ പോവാ, വെള്ളത്തിൽ കളിക്ക് എടുത്ത് വയ്ക്കുക. അത് നടക്കും. അതെ എത്ര നടക്കും. സാപ്പിടപ്പോൾ അവിടെയാണ് ഫുഡ്. പോയി കഴിക്കണം. ഫുഡ് ഇല്ല. ഓ ഗൈസ്, അങ്ങനെ നമ്മളുടെ പതുക്കെ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെർമിറ്റ് അല്ല, നമ്മുടെ പാലത്തിൻ്റെ അവിടെ സത്യത്തിൽ ഇ പാസ് കാണിക്കണം. ഇ പാസ് നമ്മൾ കാണിച്ചു. ജസ്റ്റ് വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞാണ് പോയപ്പോൾ പോലീസുകാർക്ക് 100 കൊടുക്കേണ്ടി വന്നു. ഇത്തവണ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. എന്തായാലും കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തോ? എന്നെ കൊടുത്തോ? ഇപ്പം കൊടുത്തിട്ടില്ല. കൊടുത്തു. അപ്പോൾ 100 കൊടുക്കേണ്ടി വന്നു. ചോദിച്ചു കൊടുത്തു. അതിൽ നമ്മൾ നൈസായിട്ട് ലോഗൺ മുമ്പിൽ പോകുന്നുണ്ട്. നമ്മൾ ബാക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വലിയ ഇതൊന്നുമില്ലേ. ഓ സ്ലോ പാട്ട് മതി. ഇത് തന്നെ അവർക്ക് ധാരാളം. മരപ്പാലം, എന്തൊരു പാലം വരുന്നുണ്ട് അവിടെ. ഉണ്ടാവണം. മരത്തിൻ്റെ സംഗതി ഇരിപ്പിൻ്റെ പാലം തന്നെ കേട്ടോ. വളാപ്പൊളി. നല്ല പഴക്കമുള്ള പാലാണ്. ബ്രിട്ടീഷുകാർ പണിതുകൊണ്ടാവും ഇതിങ്ങനെ എപ്പോഴും നിൽക്കണത്. അങ്ങനെ നാരോ റോഡെത്തി. നമ്മളെല്ലാവരും ചോദിച്ചു അത് ക്യാരറ്റ് പോണു. ക്യാരറ്റ് ഒരു ചാക്ക പിടിച്ചാ. ക്യാരറ്റാണ് ഇപ്പോൾ ആ ലോറി മൊത്തം പോയത്. സൈഡിലാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അവിടെ സംഗതി ഇപ്പോൾ കാടായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. മുകളിൽ ഫുള്ള് കോട, സൈഡ് മുഴുവൻ അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ല. നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ടോ വെച്ചാൽ അങ്ങനെയല്ല, എന്നാലും അടിപൊളിയാണ്. നല്ല പ്ലസന്റ് ക്ലൈമറ്റ്, അടിപൊളി. ഇവൻ്റെ തലയാണ് നമുക്ക് ഇഷ്ടം.
4 പുറം കോട, അടിപൊളി. നമ്മളെന്തായാലും ഒരു വലിയൊരു ജാഥയ്ക്കുള്ള ആൾക്കാരെ ബാക്കിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അവരെന്തായാലും പിന്നാലെ വരുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ കടത്തിവിട്ടല്ലേ ഇത്ര നേരം ബാക്കിൽ ജാഥയ്ക്കുള്ള ആൾക്കാരുടെ രക്ഷയല്ല എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ്. നോക്കി നോക്കി ഫ്രണ്ടിലാണെങ്കിൽ ആ പോകുന്നതാണ് നമ്മുടെ ഊട്ടി ട്രെയിനിൻ്റെ പാളം. അടിപൊളി കോടയത് വേണ്ട ഒന്ന് സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർക്ക് കോട കാണാൻ വേണ്ടിയിട്ട്. മറ്റേ ബസ് വേണ്ട അവിടെ നിർത്തിയിട്ടുണ്ട്, നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഫുൾ ഒരു രക്ഷയില്ല. നമുക്ക് റോട്ടിൽ നിന്ന് വണ്ടികൾ വരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെയിൽപാതയും കാണാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി. അങ്ങനെ നമുക്ക് ബ്ലോക്കും കിട്ടിയിരിക്കുകയാണ്. അയ്യോ, അവിടെ വലിയ ബ്ലോക്കൊന്നുമില്ല. അവിടെയൊക്കെ വണ്ടികൾ പാസില്ല, അവിടെ കാണുന്നുണ്ടോ? പക്ഷെ ഇവിടുന്ന് ബ്ലോക്കിംഗ് ഉണ്ട്. അവിടെ നിന്ന് വണ്ടികൾ അതെ ഇവിടെ ഭയങ്കര ടൈറ്റാണ്. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 11 മണിയാവാറേ. ഇതിൽ നൈസായിട്ട് ഓരോ പാട്ടും സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം അത് മൊത്തത്തിലവിടെ നിന്ന ബ്ലോക്കല്ല, എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് മൂവിങ്ങുണ്ട്. പക്ഷെ നമ്മൾ സ്മൂത്തായിട്ട് പോയിരുന്നതാണ്. പാട്ട് മാറ്റി കൊടുത്താൽ അങ്ങനെ ബ്ലോക്കിൻ്റെ ഏകദേശമൊക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേയൊക്കെ വണ്ടികൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കേക്കാം, ശരിക്കുള്ള റെയിൽവേ ട്രാക്ക് ആണെങ്കിൽ ഈ ഒരു സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇത് കണ്ടത് ഹില്ല് ക്ലൈംബ് ചെയ്യുമ്പോൾ അതിൽ ക്യാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ടോയ് ട്രെയിൻ കയറി പോവുക. അതിന് വേണ്ടിയിട്ടാണ് സെൻറ്ററിലുള്ള സംഗതി കൊടുത്തിട്ടുള്ളത്. ചെയിൻ വഴി. ചെയിനല്ല, അതൊക്കെ ഇവിടെ കിടന്ന് കറങ്ങിയിട്ടെന്തോ സെറ്റപ്പാണ് അതിൽ. അതെ, അതിലെന്തോ സംഗതിയാണ്. അതിനാണ് സെൻറ്ററിൽ അത് കണ്ടത്. അപ്പോൾ 3 ട്രാക്ക്, 2 വീല് പോലെ ട്രാക്കും മറ്റ് സെൻറ്ററിലുണ്ട് ബാക്കിയുള്ള ട്രാക്കുകളാണ്. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറി എത്തിയിട്ടുണ്ട്. നമ്മുടെ 2 വണ്ടി അവിടെ, ഒന്ന് ഇതവിടെ വെക്കണം, അടുത്തത് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ആ പുറത്തെ ടീ ഫാക്ടറിയിലാണ് കൊടുക്കണത്. ഇത്തവണ നമ്മൾ ഈ ഒരു സൈഡത്തെ ടീ ഫാക്ടറിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പിള്ളേർ മൊത്തം ഫുഡ് കഴിക്കാനല്ല, ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നൈസായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർക്ക് എന്നാലും നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇഷായോഗി പോയി വന്നിട്ട് നേരെ ഡയറക്റ്റ് എടുത്താണ്. നമ്മുടെ വണ്ടിയും ഇഷായോഗി പോയിരുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും കുറേ പേര് ഇപ്പോൾ ഇതിൽ ചോദിക്കും വണ്ടി മാറിയിട്ടൊന്നുമില്ല. നമ്മുടെ ബസ്സുകളുടെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബസ്സിൽ പെട്ടെന്ന് വേറെ ട്രിപ്പ് വന്ന കാരണം ഒന്ന് മാറ്റി കൊടുത്താണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഇതിലും പൊയ്ക്കോളാൻ പറഞ്ഞു, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഊട്ടിയുടെ ഇത് നോക്കാം. ഇതാണ് നമ്മ ഊട്ടി. എങ്ങനെയുണ്ട് നോക്കി, അടിപൊളിയല്ലേ? ഫുൾ സീനറി, ഫുൾ അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ മറ്റേ ഹോം സ്റ്റേ പോലത്തെ സംഗതികളുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഉണ്ടാവും മിക്കവാറും. പിന്നെ ഈ 5 വണ്ടിയിൽ ഇപ്പോൾ 2ഉം 5ഉം പോയിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടികൾ എപ്പോഴായിരുന്നോ 2 വണ്ടി ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഈ ബ്ലോക്ക് മൊത്തം നമ്മുടെ വകയാണ്, വേറെ ആരുടെയും വകയല്ല. ഇവിടുന്ന് ആറ്റം വരെ ഉണ്ട്, ഇവിടുന്ന് ആറ്റം വരെ ഉണ്ട്. ആദ്യം വണ്ടി ബ്ലോക്കാക്കി എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കി. 2 ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ അവൻ ബ്ലോക്ക് വലിയ ബ്ലോക്കായില്ല. പിന്നെ നമ്മൾ ഇട്ടപ്പോഴാണ് ബ്ലോക്ക് നമ്മളാണ് ശരിക്കും ബ്ലോക്ക് ഉണ്ടാക്കി അവിടെ. എന്തായാലും നൈസായിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇറങ്ങട്ടെ, ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. അടുത്തതായി ഞങ്ങൾ വീണ്ടും ബ്ലോക്ക് ഉണ്ടാക്കാൻ പോകാം. സംഗതി എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിലൊരു സാധനം കിടക്കുന്നുണ്ട്, ഒരു കാറ്. അതൊന്ന് പുറത്തേക്ക് ഇറക്കണം. ആ കാറ് ചായ മേടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കത്തെ കാറിന് പുറത്തേക്ക് വിടാൻ വേണ്ടി നമ്മളിനി ഈ ഒരു ഗുദാവിലേക്ക് വീണ്ടും ഇറക്കണം. ഒരവസ്ഥകൾ നോക്കി നേരെ അങ്ങോട്ട് കയറ്റി നിർത്തിയാൽ നടക്കും. പക്ഷേ റിസ്ക്കാണ്, ബ്ലോക്കിൻ്റെ 5 വില. ഇവിടെ എപ്പോഴും വണ്ടികളുടെ തിരക്ക് കൂടുകയെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇവനൊന്ന് സെറ്റാക്കാം.
എന്നിട്ട് ഫുഡ് കഴിക്കാം. നമ്മുടെ പിള്ളേരൊക്കെ ഉള്ളിൽ കഴിച്ചുകൊണ്ടിരിക്കും. ഈ കാറിൻ്റെ ഒരു ഉടമസ്ഥനെ കിട്ടിയ സൗകര്യമാണ്. യെസ്, അങ്ങനെ പിള്ളേരെല്ലാവരും ഞങ്ങൾ ഇറക്കി വിട്ടു എന്ന് വെച്ചാൽ ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ ഞങ്ങൾ വിട്ടിറക്കാണ്. ഇനി പിള്ളേർ പറഞ്ഞവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് കർണാടക പാർക്കും ലേക്കുമാണ് അടുത്ത ലക്ഷ്യങ്ങൾ, 2 സ്ഥലം. ഓക്കെ, അതിനുശേഷം ബാക്കിയെല്ലാം നാളെയാണ്. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കർണാടക പാർക്കിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ മറ്റേ വണ്ടി വരാൻ നിൽക്കണുള്ളൂ. ശരിക്കും പാർക്ക് ചെയ്തേണ്ട ലേപ്പാടെ താഴത്ത് പാർക്കിംഗ് ഉണ്ട്. എന്തായാലും അവിടേക്ക് വണ്ടി കൊണ്ടുവരണം. മിക്കവാറും ഈ വഴിക്കൂടാണ്ട് ഇറങ്ങി പോകുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ. അത്യാവശ്യം നല്ല തിരക്കാണ്. ലോഗോണെത്തി ഗ്രാൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ അന്നയുടെ വണ്ടി എടുക്കുന്നുണ്ട്. അലൈക്ക, ഹണി ഡ്രോപ്പ്, ക്രൈസ് കിങ്ങിൻ്റെ 2 വണ്ടിയും കിടക്കുന്നുണ്ട്. ഒന്ന് സെഡ് വാഗിയാണ്, ബാക്കിയൊക്കെ കണക്കാം. എന്നാലും നമുക്ക് മെല്ലാണ് മുകളിലേക്ക് പോകല്ലേ. പിന്നെ കുറേ തമിഴ്നാട് സ്കൂൾ ബസ്സുകളാണ്. സ്കൂൾ തന്നെ കേട്ടോ. ലിറ്റിൽ ഫോർ മെട്രിക് HR സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ പറ. ഞാൻ മെട്രിക് HR ഒരുമിച്ചുണ്ടപ്പോൾ ഞാൻ ആകെ അന്തം. 1 2 3 4. എടാ ഇത് കൂടെ പോവാടാ, എന്തിനാ വളഞ്ഞു പോണ്? കമാ ലെറ്റ്സ് ഗോ. അങ്ങനെ അലൈക്ക പോയി. അതിന് പിന്നാലെ ഹണി ഡ്രോപ്പും ഒക്കെ പോകാൻ നമുക്കാണ്. ഇത് പിന്നെ മൈസൂരൊക്കെ ഉണ്ടായിരുന്നു വരെ. പോയിക്കെന്താ അന്നയുടെ വണ്ടി പോകുന്നു. ശരി, പോയ ടാറ്റ. മൂപ്പര് നല്ല കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു അടിപൊളി. ശരി, ഇത് പിന്നെ നമ്മുടെ മഞ്ചേരിയിൽ പണിയെടുപ്പിച്ച വണ്ടിയാണ്, അതും പോയി. ഇനി നമ്മുടെ വണ്ടി ആൾക്കാർ വണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. ഇവർക്ക് മൈസൂരും ഊട്ടിയാണ്. 2 ദിവസം മൈസൂരും 1 ദിവസം ഊട്ടി ഉണ്ടായിരുന്നു. നമുക്ക് നൈസായിട്ട് നമ്മുടെ ആൾക്കാരെ വെയിറ്റ് ചെയ്യാം. കർണാടക പാർക്ക്. നമ്മുടെ 2 വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് സ്ഥലമല്ല, ഇവിടുത്തെ സോൾജറിൻ്റെ ഒരു വണ്ടി വന്ന് നടക്കുന്നുണ്ട്. അത്യാവശ്യം ആ ഒരു പേരിനോട് നീതി പുലർത്തുന്ന ഗ്രാഫിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫുള്ള് ഒരു ആർമി തീം എന്നൊക്കെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല രസമുണ്ട് വണ്ടി. അത്യാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ. തൊട്ടപ്പുറത്ത് നമ്മുടെ വണ്ണസിൻ്റെ ത്രിലോഗും ഡിഫൻഡറും അപ്പുറത്ത് ബാക്കി 2 അവന്മാർ നിൽക്കുന്നുണ്ട്. സംഗതി മൊത്തം വണ്ണസിൻ്റെ 5 വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണത്തിൽ 4 എണ്ണം ഇവിടെ ഉണ്ട്. ഒരെണ്ണം അപ്പുറത്ത് ഏതാണ്ട് അവിടെ ആ ബാക്കിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, മെട്രിക്സ് അവിടെ ബാക്കിലുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി പിള്ളേരൊക്കെ കയറിയിട്ട് അവർ ഏകദേശം ആൾക്കാർ ഫില്ലായിട്ടുണ്ട്. അവർ വണ്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ബാക്കി 2 വണ്ടി കണ്ട് ചെയ്ത് നമ്മൾ വരുമ്പോൾ ബാക്കി 5 വണ്ടികളിൽ ബാക്കി അവന്മാരിപ്പോൾ കാണുന്നത് നമ്മൾ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അവന്മാർ സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വെയിറ്റിങ്ങിലാണ്. മറ്റേ പാർക്കിങ് കൊണ്ട് നിർത്താൻ വേണ്ടി നൈസായിട്ട് പോയിട്ട് ഗ്രാൻഡും ഇവിടെ ഒതുക്കി. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്നാമത് തിരിയണ സ്ഥലമാണ്. നമ്മൾ വരുമ്പോൾ ആ വണ്ടി തിരിക്കണ്ടായിരുന്നു. നമ്മൾ നൈസായിട്ട് കയറി പോകുമ്പോഴേക്ക് ആ വണ്ടി അവിടെ സൈഡാക്കി നിർത്തിയിട്ട് നമുക്ക് എന്താ കുട്ടാ ഉറക്കം വരുന്നുണ്ടോ? വണ്ണസിൻ്റെ പടം മൊത്തമായിട്ട് അവിടെ നിൽക്കേണ്ടത്. സംഗതി വണ്ടികൾ ഇറങ്ങുമ്പോഴേക്കും ബാക്കിൽ നിന്ന് KSRTC ഉള്ള തല്ലാണ്. ആളെ കൂട്ടിയിട്ട് ഇവിടെ വണ്ണസിൻ്റെ ഒരുത്തം വരുന്നു. സംഗതി എന്തായാലും ഇവര് ഫസ്റ്റ് നമ്പറാണ്. അവനെങ്ങനെ ഇറങ്ങി പോകും. പക്ഷെ അവൻ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് കല്ലുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. മൊത്തത്തിൽ ബ്ലോക്കായി. അവിടെ ഉള്ളവന്മാർ നിൽക്കാനും നിന്നില്ല. ഇവിടെ എപ്പോഴേക്കും നമ്മളെ റാവണും ബാക്കി മെട്രിക്സൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവനൊന്ന് മാറ്റി നമ്മുടെ വണ്ടികളൊക്കെ ഇറക്കി കൊടുക്കുന്നു. അങ്ങനെ ഡിഫൻഡർ എന്താ ലാസ്റ്റ് പോയിക്കൊണ്ടിരിക്കും. ബ്ലോക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഇവിടുന്ന് വണ്ടി പുറത്തേക്ക് ആടാൻ ഭയങ്കര ഇഷ്യൂ ആണ്. എന്നാൽ ഈ വണ്ടി റോട്ടിൻ്റെ പകുതി പുറത്തേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഒന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓ ഗൈസ്, പുതിയ റൈഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂടെ അങ്ങനെ പാറി അടക്കുന്ന സംഗതികളൊക്കെ ഉണ്ട്. എന്തായാലും അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നന്നായി, അടിപൊളി. ഇവിടെ യൂണിയൻകാരുടെ ഒരു പ്രശ്നമില്ലാന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ. ഇവിടുത്തെ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ വന്നപ്പോൾ മൂപ്പര് മീറ്റ് ചെയ്തു. അപ്പോൾ മൂപ്പര് പറയുകയാണ് ഇവിടെ എന്ത് യൂണിയൻകാർ, ഇവിടെ പ്രശ്നമില്ല, സാധനം വരിക ഇറക്കുക പോവുക, പണി പെട്ടെന്ന് നടക്കും.
അങ്ങനെ ഓവർ ടൈം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് പണി തടപട നടക്കേണ്ടത്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ആള് മലയാളിയാണ്. അതെ ഇതേ പറഞ്ഞത് മൂപ്പര് തന്നെ. അതായത് മൂപ്പര് മലയാളിയാണ്. മൂപ്പരാണ് നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. ഇത് ഫുള്ള് പണിയാണ് എൻ്റെ. അതായത് അവിടെയും കുറെ റൈഡുകളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ഇങ്ങനെ ഇതുകൂടെ ഇങ്ങനെ ഒരു ശിരിശിരിച്ച് പോകണത്. ചെയിന് പോലല്ല, ഒരു കൊട്ടയിൽ ഇരുന്നിട്ട് പോണത്. എന്താ അതിന്റെ പേര് എനിക്കറിയില്ല. റോപ്പല്ലടാ, എന്തൊരു സാധനമാണത്. എന്നാ നിർത്ത്, കൂടി വരാണ്. ഏറുങ്ക ഏറിപ്പോങ്ക മേലെ ഏറുങ്ക. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിന്ന് ഒതുക്കിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനുള്ള സ്ഥലം അവിടെയാണ്. അവിടെയല്ല, നമ്മുടെ പഴയ ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് വെച്ചോർത്ത്. അപ്പോൾ പിള്ളേർ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ വണ്ടി നൈസായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഇവിടെ കയറ്റി നിർത്തിയാണ്. ഇവിടെ ട്രാക്കാക്കി നിർത്തിയ സൗകര്യമായിരുന്നു. ഷെഡാണ് ഞങ്ങൾക്കുള്ളത്. അവസാനം അണ്ണന്മാർ വന്നിട്ട് എന്താ വണ്ടി എന്താ ഭാഗത്തുനിന്ന് എടുത്ത് പോങ്കോ എന്ന് പറയേണ്ടി വരും. നോക്കിയേക്കാം. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കുട നിർത്തിയിരിക്കുന്നു ഇവിടെ. വേറെ ഒന്നുമല്ല സംഗതി. അവിടെ അപ്പോഴേക്കും നല്ല 2 ലോറികൾ വന്നു. എന്നാൽ അവിടെ പാർസൽ സർവീസ് അങ്ങനെ എന്തോ ഒരു സംഗതിയാണ്. അത് കാരണം അവിടെ വണ്ടി നിർത്താനേ പറ്റത്തില്ല. വന്നു പിന്നെ എങ്ങനെ അങ്ങനെ ഞാൻ നാണ്ട് വണ്ടി നിർത്തത്. അപ്പോൾ അപ്പോൾ അങ്ങനെ കേട്ട് ഞങ്ങൾ വണ്ടി അവിടെ എടുത്തു കൊടുത്തു. അപ്പോൾ എന്തായാലും ഈ പിള്ളേർ ക്യാമ്പ് ഫയറും ഫുഡും കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കുക. അഭിപ്രായം നിർദ്ദേശം തൊട്ട് കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരും. ഇതെന്താ ക്ഷീണിച്ചിരിക്കണം മണിയായിട്ട്. ചെങ്ങയൊക്കെ ആകെ തണുത്ത് കോച്ചി വെച്ച്. ഈ ചെങ്ങ അതേപോലെ തന്നെയുണ്ട്. നമ്മുടെ പിന്നെ അതേ മായാവി അതിൻ്റെ ഉള്ളിലുണ്ട്. മായാവി അവന് ഡ്രസ്സ് മാറ്റാൻ പോർക്കാം. ഇതാ ടാറ്റ കൊടുക്കറ. ഹലോ ഗോയ്സ്. അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ നിങ്ങൾ മുന്നിൽ വരും വരെ വീഡിയോക്ക് ആശാനെ ഞാൻ ഓൾറെഡി കാണിച്ചു. ടാറ്റ ബൈ.